ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിന് ശേഷമുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എല്ലാവരും പേജ് നമ്പർ 32 നോക്കുക. പക്ഷിച്ചൊല്ലുകൾ. അവിടെ പക്ഷിച്ചൊല്ല് ഒന്ന് തന്നിട്ടുണ്ട്. അരിയെറിഞ്ഞാൽ 1000 കാക്ക. അത് കൂടാതെ താഴെ എഴുതാനുള്ളതാണ്. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു. ഇനിയും ഇതുപോലെയുള്ള കുറേ പഴഞ്ചൊല്ലുകളുണ്ട്. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കുഞ്ഞു പക്ഷിക്ക് കുഞ്ഞി കൂട്. ഇണങ്ങിയ പക്ഷി കൂട്ടിൽ. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. കാക്കയും വന്നു പനമ്പഴവും വീണു. കോഴിയെ വളർത്താൻ കുറുനരിയെ ഏൽപ്പിക്കുക. കിളി കിളി പോലെ പറയുക. ആലും കായ് പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ്. കുയിലിന് സൗന്ദര്യം സ്വരം. കാകൻ്റെ കൂട്ടിൽ ഇറച്ചിയിരിക്കുമോ? കാട്ടുകോഴി നാട്ടുകോഴിയുടെ കൂട്ടിൽ മുട്ടയിടില്ല. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. നമ്മുടെ പക്ഷികൾ. പട്ടിക പരിശോധിക്കുക. നൽകിയിട്ടുള്ള പക്ഷികളുടെ പേരുകളിലെ പ്രത്യേകതകൾ കണ്ടെത്തുക. അങ്ങാടിക്കുരുവി. അങ്ങാടിയിലും തെരുവിലും സാധാരണ കാണുന്നത്. ഓലേഞ്ഞാലി. ഓലത്തുമ്പത്ത് ആടിക്കളിക്കുന്ന പക്ഷി. മരം കൊത്തി. മരത്തിൽ കൊത്തി ശബ്ദമുണ്ടാക്കുന്നു. തൂക്കണാം കുരുവി. കണ്ടിട്ടുണ്ടോ നിങ്ങൾ തൂക്കണാം കുരുവിയെ? അത് ഓലത്തുമ്പിലും മറ്റും തൂങ്ങിക്കിടക്കുന്ന കൂടുണ്ടാക്കുന്നു. അടുത്തത് കത്രിക പക്ഷി. കത്രിക പക്ഷി വാലറ്റം കത്രിക പോലെയുള്ള പക്ഷിയാണ്. മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേഴാമ്പൽ മുഴക്കമുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നു. കുളക്കോഴി. കുളക്കോഴി കുളക്കരയിലാണ് കാണപ്പെടുന്നത്. അടുത്തതായി ചൊല്ലി രസിക്കാം. അവിടെ ഒരു ചിത്രം തന്നിട്ടുള്ളത് എല്ലാവരും നോക്കൂ. അവിടെ ഒരു കവിത കാണുന്നില്ലേ? അത് ഞാൻ നിങ്ങൾക്ക് പാടിത്തരാം. കൂട്ടരെ നോക്കൂവിനമ്പഴക്കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു. എന്തു മേഴു മേഴു പെന്തു മൂഴു മൂഴു പെന്തൊരു കൊച്ചുരസക്കുടുക്ക. മുട്ടകളല്ലിവയാനന്ദപ്പാൽക്കടൽ മുത്തുകൾ തന്നെയാണെന്നു തോന്നും. അമ്മക്കിളിയുടെ കണ്ണും കരളുമാ നിമ്മുട്ട മുട്ടിയുടച്ചിടല്ലേ. ഈ പാട്ട് നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ പാടി ചൊല്ലി എനിക്ക് അയച്ചു തരണം കേട്ടോ. പേജ് നമ്പർ 33. നിറം കൊടുക്കാം. ഇഷ്ടമുള്ള പക്ഷിയുടെ ചിത്രം വരച്ച് നിറം നൽകൂ. ആ കോളത്തിൽ ഒരു പക്ഷിയുടെ ചിത്രമുണ്ട്. അതിനെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുമുണ്ട്. അത് ഞാൻ വായിച്ചു തരാം. എൻ്റെ പ്രിയപ്പെട്ട പക്ഷി, എന്നും രാവിലെ മുറ്റത്തെ മാവിൻ കൊമ്പിൽ എന്തിനാണ് നീ വരുന്നത്? എന്തു മധുരമാണ് നിൻ്റെ പാട്ട്. എത്ര നേരമായി പാടുന്നു? എന്തിനാണ് പാടുമ്പോൾ ഇങ്ങനെ വാലിട്ടിളക്കുന്നത്? നിനക്കാരാണ് വണ്ണാത്തിപ്പുള്ള് എന്ന് പേരിട്ടത്? എപ്പോഴും ഇങ്ങനെ വൃത്തിയായി നടക്കുന്നത് കൊണ്ടാണോ? ഇഷ്ടപ്പെട്ട പക്ഷിയോട് നിങ്ങൾക്കും ചില കാര്യങ്ങൾ ചോദിക്കാനില്ലേ? എഴുതി നോക്കൂ. അടുത്ത പ്രവർത്തനം അഭിനയിക്കാം. ഇവിടെ 2 വരികൾ തന്നിട്ടുണ്ട്. ഞാൻ വായിച്ചു തരാം. വിട്ടയയ്ക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാൻ, ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ.
ഒരു കിളി നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞാൽ എന്തു മറുപടി നൽകും? കിളിയുമായുള്ള സംഭാഷണം എഴുതി അവതരിപ്പിക്കുക. വിട്ടയക്കുക കൂട്ടിൽ നിന്ന് എന്നെ, ഞാൻ ഒട്ടുവാനിൽ പറന്ന് നടക്കട്ടെ എന്നാണ് കിളി പറയുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്നെ കൂട്ടിൽ നിന്ന് വിട്ടയക്കൂ, ഞാൻ ആകാശത്ത് പറന്ന് നടക്കട്ടെ എന്നാണ് കിളി പറയുന്നത്. ഞാൻ നിങ്ങൾക്കൊരു മാതൃക പറഞ്ഞു തരാം. കിളി: എന്തിനാണ് എന്നെ ഇങ്ങനെ കൂട്ടിലടച്ചിരിക്കുന്നത്? എന്നെ തുറന്നു വിടൂ, ഞാൻ ആകാശത്ത് പാറിപ്പറക്കട്ടെ. കുട്ടി: എത്ര നല്ല കൂടാണിത്, വയറ് നിറയെ ഭക്ഷണവും തരുന്നില്ലേ? കിളി: സ്വർണ്ണക്കൂടായാലും പാലും പഴവും തന്നാലും എനിക്കിത് തടവറയാണ്. കുട്ടി: നിന്റെ അടുത്ത് എപ്പോഴും ഞാനില്ലേ, നിന്നെ ഞാൻ സംസാരിക്കാൻ പഠിപ്പിക്കാം. കിളി: എനിക്ക് സംസാരിക്കാൻ പഠിക്കേണ്ട, സ്വതന്ത്രമായി പറന്ന് നടക്കാനാണ് എനിക്കിഷ്ടം. കുട്ടി: നിന്നെ പിടിച്ച് കൂട്ടിലിട്ടത് കഷ്ടമായി അല്ലേ, ഞാൻ നിന്നെ തുറന്നു വിടാം കേട്ടോ, നിനക്കിഷ്ടമുള്ളിടത്തേക്ക് നീ പറന്നു പോയിക്കൊള്ളൂ. ഈ സംഭാഷണം നിങ്ങൾ അഭിനയിച്ച് എന്നെ കാണിക്കണേ, വീഡിയോ അയച്ചു തരണം കേട്ടോ. അടുത്തത് പേജ് നമ്പർ 34, ആൽബം നിർമ്മിക്കാം. ഇവിടെ ചില പക്ഷികളുടെ ചിത്രം തന്നിട്ടുണ്ട്. അതിനടിയിൽ പേരെഴുതി അടിക്കുറിപ്പ് നൽകാം. ഒന്നാമത്തെ ചിത്രം നോക്കൂ. ഏതാണ് ആ ചിത്രം? മലമുഴക്കി വേഴാമ്പൽ നമ്മുടെ സംസ്ഥാന പക്ഷിയാണ്. അടുത്ത പക്ഷി കാടുമുഴക്കി. കാടുമുഴക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദേഹം മുഴുവൻ നല്ല എണ്ണയിട്ട് മിനുക്കിയതുപോലെ തിളങ്ങുന്ന കറുപ്പ് നിറത്തോടു കൂടിയ പക്ഷിയാണ്. അതിനടുത്ത് കാണുന്ന ചിത്രം നോക്കൂ. അതിൻ്റെ പേര് യൂറോപ്യൻ ബീ ഈറ്റർ എന്നാണ്. വടക്കൻ യൂറോപ്പിലും ആഫ്രിക്കയിലുമെല്ലാം ഈ പക്ഷിയെ കാണുന്നുണ്ട്. മഞ്ഞുകാലത്ത് ഈ പക്ഷികൾ ഇന്ത്യയിലും ശ്രീലങ്കയിലും വന്നു പോകാറുണ്ട്. അടുത്ത ചിത്രം നിങ്ങൾക്ക് നല്ല പരിചയമുള്ള പക്ഷിയാണ്. ഏതാണ് ആ പക്ഷി? മൈന. മൈനയ്ക്ക് മാടത്ത എന്നും പേരുണ്ട്. അതിൻ്റെ പ്രത്യേകത ദേഹം തവിട്ട് നിറമാണ്, ചിറകിൽ വെള്ള വരയുണ്ട്, തലയും കഴുത്തും മാറിടവുമെല്ലാം കറുപ്പ്, കണ്ണിന് ചുറ്റും മഞ്ഞ നിറം ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കൊക്കുകളും കാലും എല്ലാം മഞ്ഞ തന്നെ. അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട പക്ഷി നാട്ടുതത്ത. മോതിരത്തത്തയെന്നും ഇതിന് പേരുണ്ട്. ദേഹം മുഴുവൻ പച്ച നിറമാണ്, മുകൾ കൊക്ക് ചുവപ്പ്, കീഴ്ക്കൊക്ക് കറുപ്പ്. ഇതിൻ്റെ കഴുത്തിൽ മാല പോലെ ചുവന്ന വരയുണ്ട്. അടുത്തത് നമ്മുടെ ദേശീയ പക്ഷിയാണ്. ദേശീയ പക്ഷി മയിൽ. അടുത്ത ചോദ്യം, വിവരണം തയ്യാറാക്കാം. നിങ്ങൾക്കു പരിചിതമായ ഒരു പക്ഷിയുടെ ചിത്രം വരച്ച് വിവരണം തയ്യാറാക്കുക. കൂട്ടുകാരെ, നമ്മൾക്ക് ഇപ്പോൾ പരിചിതമായ ഒരു പക്ഷിയാണ് മയിൽ. മയിലിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ദേശീയ പക്ഷിയാണ് മയിൽ. ആൺമയിലുകളാണ് പീലി വിരിച്ച് നൃത്തം ചെയ്യുന്നത്. പെൺമയിലുകൾക്ക് ആൺമയിലുകളെപ്പോലെ ഭംഗിയുള്ള പീലികളില്ല. പെൺമയിലിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തായി നീല നിറം കാണാം. മയിൽ പീലി വിരിച്ച് നൃത്തം ചെയ്യുന്നത് എന്ത് ഭംഗിയാണെന്നോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി നിങ്ങൾ പരിചിതമായ ഒരു പക്ഷിയുടെ ചിത്രം വരച്ച് വിവരണം തയ്യാറാക്കി എഴുതണം. കൂട്ടുകാരെ, ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.